ഹായ് ഗായ്സ്, എൻ്റെ പേര് എയ്ബൽ. സോ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു യൂട്യൂബിൽ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ഗെറ്റിംഗ് മണി ഫ്രം ഇറ്റ്, അല്ലെങ്കിൽ പൈസ അതിൽ നിന്ന് കിട്ടുന്നതിലും ഉപരി എനിക്കത് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അല്ലെ, എനിക്കത് ചെയ്താൽ കൊള്ളാം, നൈസ് ഒരു സംഭവം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് ഫണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് ഞാൻ കുറെ നാൾ നടന്നു. അത് ഞാൻ 12th പഠിച്ചിരുന്ന സമയത്തായിരുന്നു. 12th അല്ല, 10th കഴിഞ്ഞ മോ വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയി. ഞാനും കുറെ നാളിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരുന്നതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എന്റെ മടികൾ മൂലം ഞാൻ ഇതുവരെ ചെയ്തില്ല. ഇറ്റ്സ് ബിൻ 4 years, അല്ല ഓൾമോസ്റ്റ് 5-6 years ഞാൻ എന്റെ ഈ ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ UK അത് കഴിഞ്ഞ് 4-5 വർഷം കഴിഞ്ഞപ്പം ഐ എൻഡഡ് അപ്പ് ഇൻ UK. അതും വലിയൊരു കഥ. അപ്പൊ ഇവിടെ ഒരു പണിയില്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഐ തോട്ട്, ഒരു പണിയില്ല, എന്നാ പിന്നെ എന്റെ ഇവിടുത്തെ ജീവിതം ഞാൻ 4 പേരെ കാണിച്ചാലോ, അല്ലെങ്കിൽ UK വന്ന് പഠിക്കുന്ന പിള്ളേരുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് എന്ന് വെച്ചാൽ എന്നെ പോലുള്ള പാവപ്പെട്ടവരുടെ സ്റ്റോറീസ്, അത് കുറച്ച് 4 പേരെ കാണിച്ചാൽ, അല്ല എന്റെ ഫ്രണ്ട്സിനെ ഫാമിലിയെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു പുതിയ മെത്തേഡാണ് വ്ളോഗിങ്. ഞാൻ ജസ്റ്റ് എനിക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ, എനിക്ക് ബേസിക്കലി ഇവിടെ വലിയ പണിയൊന്നും ഇല്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഐസ്ക്രീം വാനിലാണ്. ഞാൻ നേരത്തെ ഇതിനിടയ്ക്ക് ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തു, അവിടെ ഒരു ബർഗർ കിങ്ങിൽ വർക്ക് ചെയ്തു. അവിടുത്തെ വർക്ക് എനിക്ക് പറ്റാഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ഞാനിപ്പോൾ ഐസ്ക്രീം വാനിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്ക് കിട്ടുന്നത് നമുക്ക് വീക്ക്ലി 1 or twice കിട്ടിയാലായി. അപ്പം വലിയ പണിയൊന്നുമില്ല ഇവിടെ വന്നിട്ട് 5-6 മാസമായി. വീട്ടിനകത്തൊരു പണിയില്ലാതെ ഇരിപ്പാണ് ഏറ്റവും വലിയ പണി. അപ്പം എനിക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഞാനെന്നാ വിചാരിച്ചു, എൻ്റെ കുറച്ച് പേരെ, എനിക്കറിയാവുന്ന 4-5 പേരെ, അല്ലെ നിങ്ങളെ വീഡിയോ എടുത്ത് എൻ്റെ ലൈഫിൽ നടക്കുന്ന എന്തൊക്കെയാണ് ഇവിടെ. ബേസിക്കലി ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സഫർ ചെയ്യുന്നത് ഏതിലൂടെയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് അവർക്ക് ജോലി, മാങ്ങ അവരുടെ പഠിത്തം, അസൈൻമെന്റ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം എന്നുള്ളൊരു പുതിയ രീതിയിൽ ആണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് തോന്നിയ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കലി ഇപ്പം രാവിലെ ഉച്ചയായപ്പോൾ എണീറ്റ് ബ്രഞ്ച് കഴിച്ചിട്ട് ഉറക്കം കൂടെ ഉറങ്ങിയിട്ട് ഇപ്പൊ എണീറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സുന്ദര കുട്ടപ്പനാണ് ഞാൻ ഇരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നത്. അപ്പം ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം എയ്ബൽ റൻസി. ഇന്ന് മുതൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. എൻ്റെ ആഗ്രഹം ഡെയിലി വ്ളോഗിങ് ആണ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ നടക്കുമെന്ന്. നമുക്ക് നോക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ആൻഡ് ഐ വിൽ ഗിവ് മൈ 100% ടു ഡെയിലി വ്ളോഗിങ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പാർട്ട് ഫ്രം ഗെറ്റിംഗ് മണി ഫ്രം ഇറ്റ്, ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫർമേറ്റീവ് പർപ്പസ്, അല്ലെങ്കിൽ എന്താ പറയണേ, എനിക്ക് സമയം പോകാനായിട്ട്, അതിന്റെ ഒപ്പം തന്നെ എന്നാൽ കഴിയുന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ നോക്കും. ഇവിടെ വന്നിട്ട് സഫർ ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്. ഇവിടെ പല അപ്പനമ്മമാരും ഇതുപോലെ പിള്ളേരെ UK, ഓസ്ട്രേലിയ, കാനഡയിലൊക്കെ പറഞ്ഞു വിടും. അപ്പം അവര് അവിടെ ചെന്നിട്ട് ഫോൺ കോൾ വഴിയാണ് ഇവരെല്ലാം അറിയുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അവര് എല്ലാരും, ഇപ്പൊ ഞാനെന്നല്ല, ഈ എവിടെ വെളിയിൽ പോയി പഠിച്ച എല്ലാവരും, അവരാരും ഒരിക്കലും വന്നുടനെ ഒരു സംഭവമായി തീരുന്നതല്ല. അവർ ശരിക്കും കഷ്ടപ്പെട്ട് അതിൽ നിന്ന് പകുതി കഷ്ടപ്പാട് വീട്ടുകാരെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്ന പോലെയല്ല. ഇപ്പൊ ഈവൻ ഞാനാണെങ്കിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ പല കാര്യങ്ങളും എൻ്റെ വീട്ടിൽ ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ ജോലിക്ക് പോയി ഉണ്ടായിട്ട് ഇൻസിഡൻസ് ഉണ്ടാവാം, അല്ലെ ഇവിടെ ഞാൻ സഫർ ചെയ്യുന്നുണ്ടാവാം, ഞാൻ പട്ടിണി കിടക്കുന്നുണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ടാവാം. അത് ഞാനും എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് അവരെ അറിയിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നമ്മൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ തിങ്കിങ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. നമ്മളെല്ലാം ചിന്തിക്കുന്നത് വേറെ രീതിയിൽ. നമ്മളെന്നല്ല, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം അതാണ് ഈ ജീവിതം, അതാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിന്റെ ലൈഫ്. സോ ആ ജീവിതത്തില് നിങ്ങള് ഇപ്പം ഇത് വീഡിയോ കാണുന്ന പലരുടെയും പിള്ളേരല്ലേ, പലരുടെയും ഫ്രണ്ട്സ്, പലരുടെയും ബ്രദേഴ്സ്, പലരുടെയും സിസ്റ്റേഴ്സ് വെളിയിൽ പോയി ജോലി ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ അവര് പോയപ്പോ അവര് ഇനിഷ്യലി ഫേസ് ചെയ്ത കുറച്ച് സ്ട്രഗിൾസ്, അവരുടെ ലൈഫ്, അവരെങ്ങനെയാണ് അവർ ഇത്രയും എത്തിയത് നിങ്ങൾക്കറിയാൻ ആഗ്രഹം കാണത്തില്ലേ. അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഗൈസ്, സോ ദാറ്റ്സ് ദ മെയിൻ തിങ്. ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് എനിക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പം ഞാനൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതി ഞങ്ങൾക്ക് പാസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ഗോണ ബി മൈ ഫസ്റ്റ് വീഡിയോ. സോ ഇന്നേക്ക് തൊട്ട് നമ്മൾ പുതിയ സാധനങ്ങൾ, പുതിയ അഡ്വഞ്ചേഴ്സ്, പുതിയ പലതും. എന്താന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് പറഞ്ഞോളാം. കാരണം ബേസിക്കലി എന്റെ ജീവിതം ഇവിടുത്തെ ഭയങ്കര ശോകമാണ് ഗൈസ്.
ഒരു പണിയില്ല. രാവിലെ എണീക്കും. ഇപ്പൊ വീട്ടിലാരും ഇല്ല ബേസിക്കലി. ഞാനിവിടെ താമസിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ ഹൗസ് ടൂർ നടത്താം. സോ ഞാൻ ഇവിടെ താമസിക്കുന്നത് ഈ വീട്ടിലാണ്. സോ ബേസിക്കലി ഇതാണ് എൻ്റെ വീട്, അല്ലെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം. ഞങ്ങളിവിടെ 3 പേരാണ് താമസിക്കുന്നത്, ഞാനും 2 ചേട്ടന്മാരും. ഇത് ബേസ്മെൻറ്റ് ഫ്ലാറ്റാണ്. അപ്പോൾ ഇത് എൻട്രൻസ്. ഞാൻ മേളിലോട്ട് പോയി കാണിക്കാം. ഇതാണ്. ഓക്കെ ഗൈസ്, സോ ഞാനിപ്പോൾ വെളിയിലോട്ട് വന്നു. ഇവിടെ മഴയാണ്, ഇവിടെ 24/7 മഴയാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത്രയും വലിയ വീടോ? അല്ല, അവിടെ താഴെ ജനൽ കണ്ടോ, അതാണ് ഞങ്ങളുടെ വീട്. സോ ഇതൊരു വലിയ അപ്പാർട്ട്മെൻ്റ് ആണ്, സെമി ഹൗസ് നമുക്ക് വേണേൽ പറയാം. ഇത് എന്താണോ എന്തിനാ സംഭവം. അപ്പം ഇതിൽ തന്നെ ഈ താഴെ കാണുന്ന ബേസ്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം മെയിൻ കവാടം ഇതാണ്. ഈ കവാടം തുറന്നു വരുമ്പോൾ ഇതുപോലൊരു സ്ഥലം കാണാം. ഇത് അടച്ചിട്ടില്ലേ, കള്ളന്മാർ കയറും, ഉള്ള ഷെഡി വരെ പോകും. ഇവിടുന്ന് നമ്മൾ ഈ കവാടം തുറക്കണം. ഫുൾ സെക്യൂരിറ്റി, 5-6 ഡോറൊക്കെയാണ്. ഇത് തുറന്ന് ഇങ്ങനെ വരുമ്പോൾ ലൈറ്റ് പോയി. ഇതാണ് നമ്മളുടെ വീട്. നമ്മൾ ബേസ്മെൻറ്റ് ഫ്ലാറ്റാണ്. സോ താഴോട്ട് ഇങ്ങനെ ഇറങ്ങണം. താഴോട്ട് ഇറങ്ങി ഇതാണ് നമ്മുടെ ഗോകുലേട്ടൻ്റെ സൈക്കിള്. ഇതിവിടെ കോമൺ സൈക്കിൾ എല്ലാവരും ഉപയോഗിക്കും. അങ്ങനെ ഇതാണ് വീടിൻ്റെ അകം. ഇങ്ങനെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് എൻ്റെ റൂം/ലിവിങ് റൂം. സോ വിച്ച് മീൻസ് ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. എൻ്റെ കടപ്പുറ എല്ലാ സംഭവം അവിടെയാണ്. സോ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം സെറ്റപ്പ്. ഈ ലിവിങ് റൂമിൽ ആ സ്പേസിലാണ് ഞാൻ ഉറങ്ങുന്നതും. എൻ്റെ റൂം/ലിവിങ് റൂമാണ്. ഞാൻ ഇവിടുത്തെ ലിവിങ് റൂം കൺവേർട്ട് ചെയ്ത് ഒരു റൂം ആക്കിയേക്കുവാണ്. സോ ദിസ് ഈസ് മൈ കിടക്കുന്ന സ്ഥലം. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ, TV. സോ ഇനി നമുക്ക് അടുത്ത് എത്തിക്കുക. ഓക്കെ, അപ്പം നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് കിച്ചൺ. കിച്ചൺ ലൈറ്റിനകത്ത് ഇതാണ് കിച്ചൺ. ചെറിയ കിച്ചണാണ്. ഇതിപ്പോൾ ഇച്ചിരി മെസ്ഡായി കിടക്കുക. ഇന്ന് പ്രത്യേകിച്ച് ആരും ഇവിടെ ക്ലീനിങ് ഒന്നും ചെയ്തില്ല. ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊന്നും മടി കാരണം ഞാനൊന്നും ചെയ്തില്ല. എന്തൊരു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി, അങ്ങനെ. ഇതാണ് കിച്ചൺ. ഇത് ഒരു ബെഡ്റൂം. ഇത് ഗോകുലേട്ടൻ്റെ ബെഡ്റൂം. അവിടെ വേറൊരു ബെഡ്റൂം. അത് ശ്രീനാഥേട്ടൻ ഗോകുലേട്ടൻ, ഈ 2 ചേട്ടന്മാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ്. ഇതാണ് ബേസിക്കലി ഈ വീട്. ചെറിയൊരു വീടാണ്, 2 BHK. അപ്പം അതിൽ ഞാൻ കിടക്കുന്നത് ഇവിടെ. ഇതെൻ്റെ ബെഡ്. ഞാൻ കടന്നിട്ട് എണീറ്റിട്ട് ഞാൻ വിരിക്കാത്തതുകൊണ്ടാണ് ഇത് വൃത്തിയായി കിടക്കുന്നത്. ആരും ഒന്നും മൈൻഡ് ചെയ്യരുത്, സോറി. അത് എൻ്റെ ഒരു പെട്ടി. ഇതിനടിയിലാണ് ഞാൻ എൻ്റെ തുണിയൊക്കെ വെക്കുന്നത്. അതൊരു സ്യൂട്ട് കേസ്. അത് എൻ്റെ ലാപ്ടോപ്പ്. ഞാൻ എൻ്റെ ഒരു ദിവസത്തിൽ ഒരു പകുതി സമയം ചിലവഴിക്കുന്ന ഒരു ചെയറാണിത്. എനിക്ക് ആ ലാപ്ടോപ്പിൻ്റെ മുന്നിലാണ് ഞാനൊരു 24/7 ഇവിടെ ഇരിക്കണത്. അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ മെയിൻ സ്ഥലം. അവിടെ ഇന്ന് ഞാൻ ഇവിടെ ഈ കസേരയിൽ ഇങ്ങനെ അതിൽ നോക്കിയിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ചിന്ത തോന്നിയത്. എന്നാൽ പിന്നെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയേക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ മെയിൻ സ്ഥലം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫുൾ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത്. ഇതാണ് ബേസിക്കലി വീട്. ഇത് ടോയ്ലറ്റ് കേട്ടോ, കാണിക്കാൻ മറന്നതാണ്. അത് ടോയ്ലറ്റ്. ഇത് ഞങ്ങളുടെ വേറെ റൂം. ഇവിടെ ഞങ്ങൾ ഷൂസൊക്കെ വെക്കും, സാധനങ്ങളൊക്കെ. ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ. ഞങ്ങളുടെ തുണിയെല്ലാം ഇറക്കി തരുന്ന ഇവനാണ്. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റൊന്നും കുഴപ്പമില്ല, വൃത്തി. ഇപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നത്. ഹൈ ഗൈസ്, ഇതെന്തോടെ റേറ്റ് കിടക്കണേ? കറണ്ട് ചാർജ് കഴിവ്. നമ്മളിവിടെ കറണ്ട് ചാർജ് കുറച്ചാണ് ജീവിക്കാൻ നോക്കുന്നത്. കാരണം കറണ്ട് ചാർജ് കൂടിക്കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. ഒരുപാട് കറണ്ട് ചാർജ് നമ്മൾ തന്നെ സൂക്ഷിക്കും. കാരണം നമ്മൾ തന്നെയാണ് ബില്ലടയ്ക്കുന്നത്. ആഫ്റ്റർ ഓൾ നമ്മൾ പണി ചെയ്ത് നമ്മൾ ബില്ലടയ്ക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ. ഇത്ര പൈസ കൊടുക്കുമല്ലോ. നമ്മൾ നാട്ടിലാകുമ്പോൾ അപ്പനും അമ്മയും പൈസ കൊടുക്കാൻ നമ്മൾ ലൈറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ ആടെ കിടക്കട്ടെ, അപ്പം കാശ് കൊടുത്തോളം നമുക്ക് ചിന്ത ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ അങ്ങനെ നാട്ടി വെച്ച്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അല്ലെ ഫാൻ ഇടുമ്പോൾ അല്ലെ ലാപ്ടോപ്പ് കുത്തി, ലൈക്ക് ഈവൻ ലാപ്ടോപ്പ് കുത്തി വെക്കാൻ പോലും ഞാൻ ചിന്തിക്കാറുണ്ട്, ആ പൈസ നമ്മൾ തന്നെ കൊടുക്കേണ്ടതല്ലേ. ഉരിയിടാം, ലൈറ്റ് ഓൺ ആക്കിടണം, ലൈറ്റ് ഓഫ് ചെയ്തിടാം, സ്വിച്ച് ഓൺ ആണെങ്കിൽ ഓഫ് ആക്കണം. അതും മനസ്സിലായി തുടങ്ങി. അതുപോലെ പല സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഇന്ന് വലിയ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിടുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് ബേസിക്കലി ഒരു ലേസി ഡേ ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് വന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്.
നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറഞ്ഞിടാം. അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. മീൻസ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിടാം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെന്താ, പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ കൊണ്ടുവരാം. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഇനി ഞാൻ നോക്കട്ടെ, ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോക്കകത്ത് ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്തിടാം. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ വെറുതെ റെക്കോർഡ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. കുറേ വീഡിയോസ് വരുമായിരിക്കും. ഇങ്ങനത്തെ കുറേ വീഡിയോസ് അല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെതായ രീതിയിൽ ഞാനിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് ഫോൺ വഴി അല്ലെങ്കിൽ വീഡിയോ വഴി ഞാൻ എത്തിക്കും. അപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അതെനിക്ക് വളരെ സന്തോഷമാകും. പിന്നെ ടിങ് ടിങ് ബട്ടൺ ഞെക്കുവാണെങ്കിൽ അതിന് സന്തോഷമാകും. അപ്പം ഗൈസ് എല്ലാം പറഞ്ഞതുകൊണ്ട് ബൈ ബൈ.